Hello friends, എല്ലാവർക്കും ടെക്നോയിറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു CNC പ്ലോട്ടറാണ് ഉണ്ടാക്കുന്നത്. സോ എന്താണ് CNC പ്ലോട്ടർ എന്ന് നിങ്ങൾക്ക് ആ ഒരു ഇൻട്രോ കണ്ടപ്പോൾ മനസ്സിലായി കാണും. പിന്നീട് ഇത് വളരെ സിമ്പിളായിട്ടൊരു പ്രോജക്റ്റാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇത് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. പിന്നീട് ഈ ഒരു വീഡിയോയിൽ നമ്മളിതിൻ്റെ മേക്കിംഗ് പ്രൊസീജിയറും അടുത്ത വീഡിയോയിൽ ഇതെങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്നും പ്രിൻറ്റ് ചെയ്യാമെന്നുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. സോ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്താണ് ബെൽ ബട്ടൺ തന്നെ എനേബിൾ ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു പ്ലോട്ടറിന് മൊത്തത്തിൽ 3 ആക്സസ് ആണുള്ളത്, എക്സ് വൈ സെഡ്. സോ എക്സ് ആക്സിനും വൈ ആക്സിനും വേണ്ടി നമുക്ക് 2 DVD റൈറ്ററുകൾ വേണം. ഇത്തരത്തിലുള്ള പഴയ DVD റൈറ്ററുകൾ നമുക്ക് കമ്പ്യൂട്ടർ സർവീസ് സെൻ്ററുകളിൽ ലഭ്യമാണ്. സോ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പഴയ DVD റൈറ്ററുകൾ ലഭിക്കും. ആദ്യം ഈ DVD റൈറ്ററിൻ്റെ താഴെ കാണുന്ന 4 സ്ക്രൂകൾ നമുക്ക് അഴിച്ചു. ടൈറ്റ് ചെയ്യുക. ഇത് നമുക്ക് ആ 4 ബോൾട്ടിലേക്കും ഒരേ ഹൈറ്റിൽ ഓരോ നട്ട് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പർ മോട്ടർ ആ ബോൾട്ടിൻ്റെ മുകളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. മോട്ടർ ടൈറ്റ് ചെയ്യുന്നതിന് മുൻപ് മോട്ടർ കറക്റ്റ് ലെവലാണെന്ന് ഉറപ്പുവരുത്തുക. അതിനുവേണ്ടി നമുക്ക് ഫോണിൽ കോമ്പസ് ഓപ്പൺ ചെയ്ത ശേഷം ഗൈറോസ്കോപ്പ് മോഡ് ഓൺ ആക്കുക. അതിനുശേഷം ഇത്തരത്തിൽ നമുക്ക് ഈ മോട്ടറിൻ്റെ മുകളിൽ വെച്ച് നോക്കാം നമ്മുടെ ഇത് കറക്റ്റ് ലെവലാണോ എന്ന് നമുക്ക് നോക്കാം. ഇത്തരത്തിൽ ലെവലാവുന്നിടം വരെ കറക്റ്റ് ആക്കിയ ശേഷം കറക്റ്റ് ലെവലാവുമ്പോൾ നമുക്ക് ഓരോ നട്ടിട്ട് നമുക്ക് ഈ ഒരു മോട്ടോർ ഫ്രെയിം ഇവിടെ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ എക്സ് ആക്സിസ് റെഡിയായി. ഇനി വൈ ആക്സിസിന് വേണ്ടി വീഡിയോയിൽ കാണുന്ന പോലെ ഒരു പീസ് പ്ലൈവുഡ് നമുക്ക് ഈ ബേസിൽ ഫിക്സ് ചെയ്യാം. ഇനി ഇത്തരത്തിൽ ഒരു ചെറിയ പീസ് പ്ലൈവുഡ് ആദ്യം വെച്ച ആ പ്ലൈവുഡിൽ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ഫിക്സ് ചെയ്യണം. ഈ പ്ലൈവുഡിലാണ് നമ്മൾ വൈ ആക്സിസിലെ മോട്ടർ ഫിക്സ് ചെയ്യുന്നത്. സോ ഇവിടെ 2 ഹോൾ ഇട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമുക്ക് നട്ടും ബോൾട്ടും ഇട്ട് ഫിക്സ് ചെയ്യാം. പിന്നീട് ഈ 2 മോട്ടറിൻ്റെയും വീഡിയോയിൽ കാണിക്കുന്ന ഈ ഭാഗത്തായിട്ട് നമുക്ക് 2 ചെറിയ പീസ് പ്ലൈവുഡ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. സോ അത് നമ്മൾ ഒട്ടിച്ചു. പിന്നീട് താഴത്തെ മോട്ടറിൽ ഇത്തരത്തിലൊരു പരന്ന മെറ്റലോ അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കോ ഷീറ്റ് നമുക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമുക്ക് പേപ്പർ വെക്കുന്നതിന് വേണ്ടിയുള്ള സർഫസിന് വേണ്ടിയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പരന്ന ഷീറ്റ് മാത്രം ഇതിനുവേണ്ടി യൂസ് ചെയ്യാം. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു സ്റ്റെപ്പർ മോട്ടർ എടുത്ത് വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു പോർഷൻ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. ഊരിയെടുത്ത ശേഷം നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി ആ കട്ട് ചെയ്ത പോർഷൻ നമ്മൾ ആ സൈഡിൽ ഫിക്സ് ചെയ്ത മോട്ടറിൻ്റെ ഈ ഒരു വശത്തായിട്ട് വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ പേനയുടെ അപ്പ് ഡൗൺ മെക്കാനിസത്തിന് വേണ്ടിയാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതേപോലെ ഒരു സ്കെച്ച് പേന എടുത്ത് അതിൻ്റെ ഒരു ചെറിയ പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച കമ്പിയുടെ ഒരു എൻഡിലായിട്ട് നമുക്ക് ഈ ഒരു സ്കെച്ച് പെന്നിൻ്റെ പോർഷൻ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ച ശേഷം നമുക്കൊരു സ്ക്രൂ കയറുന്ന രീതിയിൽ നമുക്ക് അതിലൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഇത് നമ്മുടെ പെന്നിൻ്റെ റീഫില്ലർ വെക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് റീഫില്ലർ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി ഇതിലേക്ക് റീഫില്ലർ ഇറക്കി വെച്ച ശേഷം ആ സ്ക്രൂ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്താൽ മാത്രം മതി. ഇനി ഇത്തരത്തിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ പീസ് നമുക്ക് വേണം. അതിൽ നമ്മുടെ റീഫില്ലർ കയറുന്ന രീതിയിൽ ഒരു ഹോൾ ഇട്ടിട്ട് ആ കമ്പിയിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ കമ്പി നമ്മൾ നേരത്തെ ഒട്ടിച്ച ആ ഒരു പീസിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്യണം. സോ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഈ പോർഷൻ ഒന്ന് അഴിച്ചെടുക്കാം. അഴിച്ചു വെച്ച ശേഷം നമുക്കൊരു സ്ട്രെങ്ത് കുറഞ്ഞ സ്പ്രിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡോ വേണം. ഇനി ആ കമ്പിയിലേക്ക് നമുക്ക് ആ സ്പ്രിങ് ഇറക്കി വെക്കാം. ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് അതവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ആ ഒരു കമ്പി അവിടെ തന്നെ ഇരിക്കുന്നതിന് വേണ്ടി മുകളിലായിട്ട് നമുക്ക് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു സെർവോ മോട്ടർ വേണം. ആ സെർവോ മോട്ടർ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ പേന മുകളിലേക്ക് പൊക്കുന്ന രീതിയിൽ വേണം ഫിക്സ് ചെയ്യാൻ. സോ നമ്മൾ ആ സെർവോ അവിടെ ഒട്ടിച്ചു. ഇപ്പോൾ നമുക്ക് ഈ ഒരു സെർവോയുടെ ഷാഫ്റ്റ് നമ്മുടെ ആ ഒരു പേന മുകളിലേക്ക് പൊക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നമുക്കൊരു അഡ്രീനോ യൂണോ വേണം. ഒപ്പം ഒരു L293D മോട്ടോർ ഡ്രൈവർ ഷീൽഡും കൂടി വേണം. ഈ എല്ലാ കമ്പോണൻസും വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഷീൽഡ് അഡ്രീനോ യൂണോയ്ക്ക് വേണ്ടി നിർമ്മിച്ച ഷീൽഡാണ്. സോ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് വയറുകളുടെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ അഡ്രീനോയുടെ മുകളിലേക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് ആ അഡ്രീനോ ഒന്ന് ഊരിയെടുത്ത് അഡ്രീനോ നമ്മുടെ ആ ഒരു പ്ലൈവുഡിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വെച്ച് നമുക്ക് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മുടെ മോട്ടോർ ഡ്രൈവർ ഷീൽഡ് കൂടി നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ച് ഫിക്സ് ചെയ്യാം. ഈ സൈഡിൽ ഫിക്സ് ചെയ്ത മോട്ടറിൻ്റെ വയറുകൾ ഈ ഷീൽഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കണക്ടറുകളിലായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ താഴത്തെ മോട്ടറിൻ്റെ വയർ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന കണക്ടറുകളിലേക്ക് നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ കണക്ട് ചെയ്യാം. പിന്നീട് ആ സെർവോയുടെ ആ 3 പിന്ന് നമുക്ക് ഷീൽഡിൽ സെർവോ 1 എന്ന് എഴുതിയിരിക്കുന്ന പിന്നിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. ഈ പ്രോജക്റ്റ് പവർ ചെയ്യാൻ വേണ്ടി ഒരു 12 വോൾട്ട് 2 ആംപിയറിൻ്റെ AC to DC അഡാപ്റ്ററാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ ഷീൽഡിൻ്റെ ഇൻപുട്ട് പിന്നിലേക്ക് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ വർക്ക് ഫിനിഷായി. ഇനി നമുക്കിത് ജസ്റ്റ് വന്ന് വെച്ച് പടം വരച്ച് നോക്കാം. ഞാനിതിൽ ചെറിയൊരു മാറ്റം വരുത്തി. ഞാനിതിൽ ആദ്യം വെച്ച സെർവോ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. സോ എൻ്റെ കയ്യിൽ നിന്നൊരു പഴയ സെർവോ ഞാൻ ഇതിൽ ഫിക്സ് ചെയ്തു. പിന്നീട് ഞാൻ ഇപ്പോൾ വെച്ച എൻ്റെ ഇരുന്ന പഴയ സെർവോയ്ക്ക് ഒരല്പം പവർ കുറവായതുകൊണ്ട് ഞാൻ ആ സ്പ്രിങ്ങിന് പകരം അവിടെ റബ്ബർ ബാൻഡ് കൂടി ആഡ് ചെയ്തു. സോ ഇതിൻ്റെ വർക്ക് ഫിനിഷായി. ഇതെങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നതെന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഈ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. സോ ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക.
ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പിക്ചേഴ്സ് എല്ലാം ഞാൻ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് പ്ലോട്ടർ ഉപയോഗിച്ച് വരച്ചതാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതെങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നുള്ള വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ. ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പിക്ചേഴ്സ് എല്ലാം ഞാൻ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് പ്ലോട്ടർ ഉപയോഗിച്ച് വരച്ചതാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതെങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നുള്ള വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.